Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin wa bihi nasta'in. Wassalatu wassalamu al-atammani al-akmalani ala khatami rasulillahi ajma'in wa ala alihi wa ashabihi wa ahli baytihi at-tayyibin at-tahirin wat-tabi'ina lahum bi ihsanin ila yaumiddin. Thumma amma ba'd. സഹോദരന്മാരെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയുടെ വിശദീകരണമാണ് നമ്മളിവിടെ തുടർന്ന് നടത്തപ്പെടുന്ന ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് സംസാരിക്കുവാനുള്ള അധ്യായം അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്തിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നത്, വമിൻ ഉസൂലി അഹ്ലി സുന്നഹ് അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയ വമാ യുജ്രില്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിഖിൽ ആദാതി ഫി അൻവാഇൽ ഉലൂമി والمكاشفات وأنواع القدرة والتأثيرات كالمأثور عن سالف الأمم في سورة الكهف وغيرها وعن صدر هذه الأمة من الصحابة والتابعين وسائر قرون الأمة وهي موجودة فيها إلى يوم القيامة. شيخ الإسلام ഉണർത്തുന്നത്, ومن أصول أهل السنة, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ലുകളിൽപ്പെട്ടതാണ്, അടിസ്ഥാന ആശയങ്ങളിലും ആദർശങ്ങളിലും പെട്ടതാണ് അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്തുകളെ സത്യപ്പെടുത്തുക എന്നുള്ളത്, അത് വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളത്. ഔലിയാക്കളുടെ കറാമത്തിനെ സത്യപ്പെടുത്തലും അത് വിശ്വസിച്ച് അംഗീകരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ലാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാൻ കാരണം, ഔലിയാക്കളുടെ കറാമത്തിന്റെ വിഷയത്തിൽ പല വിഭാഗങ്ങളുണ്ട്. ഒരു വിഭാഗം കറാമത്തിനെ പാടെ നിഷേധിക്കുന്നവരാണ്. മുഅ്തസിലിയാക്കള്, ജഹ്മികൾ, ചില അശ്അരികൾ, ഇവരൊക്കെ കറാമത്തിനെ നിഷേധിക്കുന്നവരാണ്. പാടെ കറാമത്തിനെ നിഷേധിക്കുന്നവർ. എന്നാൽ മറ്റു ചിലർ അവർ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ആളുകളാണ്. സൂഫികളിൽ ചിലർ, അതേപോലെ തന്നെ ഖുബൂരികൾ, അവർ കറാമത്തിനെ സ്ഥിരീകരിക്കുന്നതിൽ അതിര് കവിഞ്ഞവരുമാണ്. കറാമത്തിന്റെ പേര് പറഞ്ഞ് പൈശാചിക പ്രവർത്തനങ്ങളെ കറാമത്തായി എണ്ണുകയും അള്ളാഹുവിൽ നേരാവിധം വിശ്വസിക്കാത്ത, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കാത്ത, തഖ്വയില്ലാത്ത മനുഷ്യന്മാർ കാണിക്കുന്ന വേലത്തരങ്ങൾ കറാമത്തിന്റെ ഗണത്തിൽ എണ്ണി കറാമത്തിന്റെ വിഷയത്തിൽ അതിരുവിടുന്ന സൂഫികളുണ്ട്. അതേപോലെ തന്നെ ഖുബൂരികളുണ്ട്. അപ്പൊ പാടെ നിഷേധിക്കുന്ന മുഅ്തസിലികൾ, ജഹ്മികൾ പോലുള്ളവർ, അതിര് കവിഞ്ഞ അതിരുവിട്ട സൂഫികളും ഖുബൂരികളും. എന്നാൽ ഇവക്ക് മധ്യയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഔലിയാഇന്റെ കറാമത്തിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തേടുന്നതനുസരിച്ച് ഔലിയാഇന്റെ കറാമത്തിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തേട്ടമനുസരിച്ചില്ലാത്ത
കറാമത്ത് വാദങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എതിർക്കുകയും അതിനെതിരിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഔലിയാഇന്റെ കറാമത്തിനെ സ്ഥിരീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. ആരാണ് ഔലിയാക്കൾ? എന്താണ് കറാമത്ത്? വലിയിന്റെ ബഹുവചനമാണ് ഔലിയ. വലിയ വലായിൽ നിന്ന് വിൽപ്പന്നമാണ്. മഹബത്തും ഖുർബുമാണ് വലാ അർത്ഥമാക്കുന്നത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഖുർബ് പറഞ്ഞാൽ സാമീപ്യം. അപ്പൊ വലിയ എന്ന് പറഞ്ഞാൽ സാമീപ്യം സിദ്ധിച്ചവൻ, സ്നേഹമുള്ളവൻ, അല്ലെങ്കിൽ സ്നേഹം ലഭിച്ചവൻ എന്ന ഇസ്മു മഫ്ഊലിന്റെ അർത്ഥവും വലിയനാകാം. വലിയന്റെ ബഹുവചനമാണ് ഔലിയ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, മൻ കാന മുഅ്മിനൻ തഖിയ്യൻ കാന ലില്ലാഹി വലിയ, മൻ കാന മുഅ്മിനൻ തഖിയ്യൻ കാന ലില്ലാഹി വലിയൻ. ഒരാൾ മുഅ്മിനായി, തഖിയായി, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവൻ, തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹു വിധിച്ചത് പ്രാവർത്തികമാക്കുന്ന, അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുന്ന ആളായാൽ കാന ലില്ലാഹി വലിയൻ, അവൻ അള്ളാഹുവിന് വലിയായി, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയവനായി, അള്ളാഹുവോട് സാമീപ്യം സിദ്ധിച്ചവനുമായി. അതാണ് വലിയ. അതിന്റെ ബഹുവചനമാണ് ഔലിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അലാ ഇന്ന ഔലിയ അല്ലാഹ്, അറിയുക, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഖൗഫ്, യാതൊരുവിധ ഖൗഫും വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഭാവി പേടിക്കേണ്ട ഭാവിയല്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ഹുസ്നിന്റെ ആവശ്യമില്ല, അവർ ദുഃഖിക്കുകയുമില്ല. തങ്ങൾ വിട്ടേച്ചു പോകുന്ന, അതേപോലെ തന്നെ തങ്ങളുടെ ഇന്നലകളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്ന ഒരവസ്ഥയും ഔലിയാക്കൾക്ക് ഉണ്ടാവുകയില്ല. ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. വകാനു യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തവരാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം സമ്മതിച്ച് അള്ളാഹു അവൻ്റെ ദാത്തിലും സത്തയിലും അവൻ്റെ അസ്മാ നാമങ്ങളിലും അവൻ്റെ സിഫാത്ത് ഗുണവിശേഷണങ്ങളിലും അതേപോലെ അവൻ്റെ അഫ്ആൽ പ്രവൃത്തികളിലും ഏകനാണെന്ന് വിശ്വസിക്കുന്നവർ, അള്ളാഹുവോടുള്ള അടിയാറുകളുടെ പ്രവർത്തനങ്ങൾ അഥവാ ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന തൗഹീദ് ഉള്ള ആളുകൾ, അതാണ് അല്ലദീന ആമനു വകാനു യത്തഖൂൻ. വിശ്വാസം ഉള്ളതോടൊപ്പം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, അള്ളാഹു കൽപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കുക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുക. ഇങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ അവരാകുന്നു ഔലിയാക്കൾ. അതാണ് അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അപ്പൊ ഇതാണ് വിലായത്ത്. തഖ്വയും ഈമാനുമാണ്. ഈമാൻ സാക്ഷാത്കൃതമാകലാണ്, തഖ്വ സഫലമാകലാണ്. വിലായത്ത് കേവല ജൽപ്പനമല്ല, ഇന്നയാൾ വലിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയാണ് എന്നുള്ള കേവല ജൽപ്പനല്ല. അതേപോലെ തന്നെ ആഗ്രഹവുമല്ല, പിന്നെയോ വിശ്വാസവും കർമ്മവുമാണ് വിലായത്ത്. ഒരാള് അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമില്ലാത്തവനാണ്, വലിയാണെന്ന് ജൽപ്പിക്കുകയാണ് എങ്കിൽ അയാൾ വലിയല്ല, അയാൾ വ്യാജവാദിയാണ്.
ഒരാൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ അയാൾ വലിയല്ല, വലിയാണെന്ന് അയാൾ ജൽപ്പിക്കുന്നു അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ആ ജൽപ്പനവും വാദവും വ്യാജമാണ്. അള്ളാഹു പറഞ്ഞത് പ്രാവർത്തികമാക്കണം. ചില മനുഷ്യന്മാർ നിസ്കാരം വരെയില്ല, ജുമുഅ നമസ്കരിക്കൂല, എന്നാലും ആളുകൾ വലിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു വാജിബാക്കിയ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം വരെ ജീവിതത്തിലില്ലാത്തവരെങ്ങനെയാണ് വലിയാണെന്ന് പറയുക? അപ്പൊ ഈമാനും തഖ്വയുമാണ് വിലായത്തിന്റെ അടിസ്ഥാനം. ഈമാനും തഖ്വയുമുള്ളവരാണ് വലിയ, അതിന്റെ ബഹുവചനമാണ് ഔലിയ. കറാമത്ത് എന്ന ഏകവചനത്തിന്റെ ബഹുവചനാണ് കറാമത്ത്. കറാമത്ത് എന്താ? കറാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായിട്ടുള്ള പതിവുകൾക്ക് വ്യത്യസ്തമായിട്ട് നടക്കുന്ന ചില സംഭവങ്ങളാണ്. പ്രാപഞ്ചികമായിട്ട് ഉള്ള പതിവുകൾക്ക് വ്യത്യസ്തമായിട്ട് അരങ്ങേറുന്ന സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കറാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത സംഭവങ്ങളെ, കാര്യങ്ങളെ അവന്റെ വലിയിന്റെ കയ്യാൽ സംഭവിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വലിയിൻ്റെ കയ്യിലൂടെ, ഒരു വലിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ വലിയ, അവൻ്റെ സാമീപ്യം സിദ്ധിച്ച, അവൻ്റെ ഇഷ്ടം നേടിയ ദാസന്റെ കയ്യാൽ അല്ലെങ്കിൽ ദാസനിലൂടെ സംഭവിപ്പിക്കുന്നതായ, ഉണ്ടാക്കുന്നതായ പതിവിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിനാണ് കറാമത്ത് എന്ന് പറയാം. അമ്രുൻ ഖാരിഖുൻ ലിൽ ആദ, ആദത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം. ആദത്ത് എന്ന് പറഞ്ഞാൽ മഅലൂഫുൽ ആദമീൻ, അതായത് മനുഷ്യന്മാർക്ക് പരിചിതമായ കാര്യം. അതിന് വ്യത്യസ്തമായിട്ട് നടക്കുന്ന സംഭവത്തിനാണ് എന്താ പറയുക, കറാമത്ത് എന്ന് പറയുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണങ്ങളും സംഭവങ്ങളും പിന്നീട് വരും. അപ്പോൾ വമിൻ ഉസൂലി അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലിൽ ഉള്ളതാണ്, എന്നാൽ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്തിൽ, ഔലിയാഇന്റെ കറാമാത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. في أنواع العلوم والمكاشفات وأنواع القدرة والتأثيرات. പ്രാപഞ്ചികമായ പതിവുകൾക്ക് വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരുപോലല്ല. പിന്നെ ചിലത് ഫി അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത്ത്, ചിലത് ചില വെളിപാടുകളും അറിവുകളുമായിരിക്കും. വൻവായിൽ ഖുദ്റത്തി വ തഅ്സീറാത്ത്, ചിലത് ചില കഴിവുകളും സ്വാധീനിക്കലുമായിരിക്കും. അപ്പോൾ അറിവുകളായി, വെളിപാടുകളായി കറാമത്തുകളുണ്ട്. അതേപോലെ തന്നെ ചില കഴിവുകളായി കറാമത്തുകളുണ്ട്. കൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമമി ഫി സൂറത്തിൽ കഹ്ഫ് വഗൈരിഹാ. ഇത്തരം കറാമത്തുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് ശൈഖുൽ ഇസ്ലാം പറയുന്നത് കൽ മഅ്സൂർ അൻ സാലിഫിൽ ഉമം, പൂർവകാല സമൂഹങ്ങളിൽ നിന്ന് മഅ്സൂർ ഉദ്ധരിക്കപ്പെട്ടതുപോലെ. സാലിഫുൽ ഉമം എന്ന് പറഞ്ഞാൽ സമൂഹങ്ങളിൽ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള ജനസമൂഹങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് എവിടെയാണ്? ഫീ സൂറത്തുൽ കഹ്ഫ്. ചിലത് സൂറത്തുൽ കഹ്ഫിലുണ്ട്. വഗൈരിഹ, സൂറത്തുൽ കഹ്ഫ് അല്ലാത്ത മറ്റ് സൂറത്തുകളിലും ഇത്തരം കറാമത്തുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. വഅൻ സദ്രി ഹാദിഹിൽ ഉമ്മത്തി മിനസ് സഹാബത്തി, അതേപോലെ വഅൻ സദ്രി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സദർ എന്ന് പറഞ്ഞാൽ തുടക്കം, അത് സഹാബികൾ തുടക്കത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ സദർ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനസ് സഹാബ, സഹാബികൾ, അതേപോലെ വത്താബിഈൻ, താബിഈങ്ങൾ, വസായിരി ഖുറൂനിൽ ഉമ്മ, അതേപോലെ തന്നെ ഈ ഉമ്മത്തികളിലെ ഇതര തലമുറകൾ അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ, ഈ കറാമത്ത്, മൗജൂദത്തുൻ ഫീഹ, ഈ ഉമ്മത്തിൽ ഉള്ളതാണ്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരേക്കും, അന്ത്യനാൾ വരേക്കും കറാമത്ത് ഉണ്ട്. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കറാമത്തുമായി ബന്ധപ്പെട്ടിട്ട് ഉണർത്തുന്നത്. ഇവിടെ കറാമത്ത് എന്ത് നമ്മൾ മനസ്സിലാക്കി, വലിയും ഔലിയാവും എന്ത് നമ്മൾ മനസ്സിലാക്കി. കറാമത്ത് രണ്ട് നിലക്കാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, ഫി അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത്ത് വ അൻവാഇൽ ഖുദ്റതി വ തഅ്സീറാത്ത്. ചിലത് കഴിവുകളാണ്, ചിലത് ചില ജ്ഞാനങ്ങളും അതേപോലെ തന്നെ വെളിപ്പെടലുകളുമാണ്. അങ്ങനെ രണ്ട് നിലക്ക് കറാമത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അറിവുകൾ, വെളിപ്പെടലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അങ്ങനെ കറാമത്തുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു സാരിയത്ത് ബിൻ സുനൈം റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് കിഴക്കൻ നാടുകളിലേക്ക് അയച്ചു. സമർക്കന്ത് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്, സമർക്കന്തിന്റെ ഭാഗത്തേക്കാണ് സാരിയത്ത് ബിൻ സുനൈം റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആലനെ അയച്ചത്. അങ്ങനെ സാരിയ റളിയല്ലാഹു തആല അൻഹുവിനെ സൈന്യം ഒളിപ്പോരാളികൾ, ശത്രു സേന ഒളിപ്പോരാളികളായിട്ട് വളഞ്ഞ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് സാരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഉണർത്തിയ സംഭവമാണ് ഈ വിഷയം. ഉമർ റളിയല്ലാഹു തആല മദീനയിലാണ്, മസ്ജിദുൻ നബവിയിൽ. സാരിയ താൻ പട നയിച്ച് സമർക്കന്തിന്റെ ഭാഗത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം സാരിയ റളിയല്ലാഹു അൻഹു കേട്ടു എന്നുള്ളതാണ്. യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ. സാരിയത്ത് ഇബ്നു സുനൈമിനെ വിളിച്ചിട്ട് ഉമർ പറയാണ് പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ. അപ്പോ അദ്ദേഹം പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയും അങ്ങനെ അദ്ദേഹം അവിടെ സുരക്ഷിതനാവുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രസ്തുത സംഭവം ഇമാം ലാലിക്കായി അദ്ദേഹത്തിന്റെ കറാമാത്തുൽ ഔലിയയിലെ, അതേപോലെ തന്നെ താരീഖ് ദിമഷ്കിൽ ഇബ്നു അസാക്കിറും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട്. സാരിയ ഇബ്നു സുനൈം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവം ഇത് സഹിയായി സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ചരിത്രത്തെ നിരൂപണം നടത്തിയ പല പണ്ഡിതന്മാരും ഈ സാരിയയുടെ സംഭവം സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെതായ ന്യായങ്ങൾ നിരത്തിയിട്ടുണ്ട്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം സാരിയെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഉമറിൽ നിന്നുള്ള റാവി ഒരൊറ്റ റാവി മാത്രമാണ്. പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുതുബ പറയുമ്പോഴാണ്, പ്രസംഗിക്കുമ്പോഴാണ് ഈ സംഭവം ഉമർ യാ സാരി അൽ ജബൽ, യാ സാരി അൽ ജബൽ എന്ന് പറയുന്ന ഇത് വിളി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനസമൂഹം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതായ ഒരു അത്ഭുത സംഭവമായിരിക്കും. എങ്ങനെയാണ് ഒരാൾ മാത്രം ഇത് റിപ്പോർട്ട് ചെയ്യുക എന്ന് തുടങ്ങി ചരിത്രത്തെ നിരൂപണം നടത്തിയ പലരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പല ആധികാരികരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഈ സംഭവം
സ്ഥിരപ്പെട്ടതാണെന്ന് ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം ഒരു കറാമത്തിനെയാണ് അറിയിക്കുന്നത്. അത് ഒരു വെളിപ്പെടലിൻ്റെ, ഒരു ജ്ഞാനത്തിലൂടെയുള്ള കറാമത്താണ്. ഉമർ അറിഞ്ഞു, ഉമറിന്റെ ഈ വിളി അത് സാരിയ റളിയല്ലാഹു തആല സാരിയ ഇബ്നു സുനൈം റളിയല്ലാഹു അൻഹു അറിഞ്ഞു എന്നുള്ളത് ആ നിലക്കുള്ള കറാമത്താണ്. ഇതാണ് പണ്ഡിതന്മാര് പറയുന്നത്, ഉണർത്തുന്നത്. അതേപോലെ തന്നെ ചില കഴിവുകൾ ആ നിലക്കും കറാമത്തുകൾ സംഭവിക്കും. ചില സ്വാധീനിക്കൽ ഔലിയാക്കളിലൂടെ അങ്ങനെയുള്ള കറാമത്തുകൾ ഉണ്ടാകും എന്നാണ്. അത് ഇപ്പൊ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ കാർമേഘം തണലിട്ട സംഭവം. അതേപോലെ തന്നെ രണ്ട് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിലേക്ക് വഴി പിരിഞ്ഞു പോകുമ്പോൾ ഇരുട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ വടിയുടെ അഗ്രഭാഗം പ്രകാശിക്കുകയും ആ ഇരുട്ടിൽ അവർക്ക് നടന്നു പോകുവാനുള്ള വെളിച്ചമാവുകയും ചെയ്തു എന്ന് പറയുന്ന സംഭവം അവ സഹിയായി ഉദ്ധരിക്കപ്പെടുന്നതാണ്. അബ്ബാദ് ബിൻ ബിഷിർ റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ നടന്നു പോകുന്ന വഴിയിൽ അവർക്ക് വെളിച്ചമുണ്ടായി. അവരുടെ കുത്തിപ്പിടിക്കുന്ന വടി അവർക്ക് വെളിച്ചം വീശി നടന്നു പോകുന്നതിന് വേണ്ടി. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കറാമത്താണ്. ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു തുസ്തർ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് പോയ സന്ദർഭത്തിൽ അദ്ദേഹം വിഷം കുടിച്ചു. പക്ഷെ അദ്ദേഹത്തിൽ ആ വിഷം ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല, അപകടമുണ്ടാക്കിയില്ല. അത് ഖാലിദ് റളിയല്ലാഹു തആലയുടെ കറാമത്തായിട്ടാണ് പണ്ഡിതന്മാര് എണ്ണുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയയായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ പുറപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്ത അതിൽ കാണാം, ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹക്ക് ദാഹിച്ചു വലഞ്ഞ് മരുപ്പറമ്പിലൂടെയുള്ള പാലായനം അവരെ തീർത്തും അവശയാക്കി. അങ്ങനെ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ ദാഹം കഠിനമായ സമയത്ത് തൻ്റെ തലക്ക് മുകളിൽ ഒരു ശബ്ദം കേൾക്കുകയും അങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു ബക്കറ്റ് അവരുടെ നേരെ ഇറങ്ങുകയും അവർ അതിൽ നിന്ന് കുടിച്ച് തൻ്റെ ദാഹം തീർക്കുകയും പിന്നീട് അത് ഉയർന്നു പൊങ്ങുകയും ഉണ്ടായി എന്നാണ്. ഇത് അവരുടെ ചരിത്രത്തിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു തആലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. അത് അവർക്ക് ഉണ്ടായ കറാമത്താണ്. ഇതേപോലെ തന്നെ ധാരാളമായിട്ട് പിന്നെ ഈ ഖാദിസിയ യുദ്ധവേളയിൽ ടൈഗ്രീസ് നദി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല മുറിച്ചു കടന്നത്, വെള്ളത്തിന് മുകളിലൂടെ ടൈഗ്രീസ് മുറിച്ചു കടന്ന സംഭവം. അതേപോലെ തന്നെ അല ഇബ്നു അൽ ഹദ്റമി റളിയല്ലാഹു തആല അൻഹു ഒരു പടയോട്ട വേളയിൽ സമുദ്രം മുറിച്ചു കടന്ന സംഭവം. ഇതൊക്കെ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഔലിയാഇന്റെ കറാമത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പണ്ഡിതന്മാര് ഉദ്ധരിച്ചിട്ടുണ്ട്. അബു മുസ്ലിം അൽ ഖുറാസാനി
റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ല അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ അദ്ദേഹം യമനിൽ തീയിലെറിയപ്പെടുകയുണ്ടായി. അൽ അസ്വദുൽ അനസി നുബുവത്ത് വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം കുറേ കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്ന് പെണ്ണു ആണുമായിട്ട്. അതിൽ മുസൈലിമത്തുൽ കദ്ദാബ്, അൽ അസ്വദുൽ അനസി, തുലൈഹ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അൽ അസ്വദുൽ അനസി നുബുവത്ത് വാദിച്ചപ്പോൾ അബു മുസ്ലിമുൽ ഖുറാസാനി അതിനെ എതിർത്ത് അവന്റെ നുബുവത്തിനെ കളവാക്കി. വ്യാജനാണെന്ന് പറഞ്ഞപ്പോൾ അസ്വദുൽ അനസി തീക്കുണ്ടാരം ഒരുക്കിയിട്ട് അബു മുസ്ലിമുൽ ഖുറാസാനിയെ അതിലേക്ക് എറിഞ്ഞ്. പക്ഷെ അബു മുസ്ലിമുൽ ഖുറാസാനി ആ തീകുണ്ടാരത്തിൽ നിന്ന് സുരക്ഷിതനായിട്ട് പുറത്തു വരിക ചെയ്ത്. തീ അദ്ദേഹത്തിൽ ഒരു പോറൽ ഏൽപ്പിച്ചില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ അബു മുസ്ലിമുൽ ഖുറാസാനിന്റെ സംഭവം രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ വായിച്ചത് സിയർ ആലാമുൻ നുബലായില തോന്നുന്നു, ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ഈ അബു മുസ്ലിമുൽ ഖുറാസാനി യമനിൽ നിന്ന് വന്ന വേളയിൽ അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആലിംഗനം ചെയ്യുകയും ആശ്ലേഷിക്കുകയും ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ കറാമത്തിന്റെ ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. ചിലത് ചില അറിവുകൾ ലഭിച്ചതാണ്, ആ നിലക്കുള്ള കറാമത്ത്. ചിലത് ചില കഴിവുകളും അതേപോലെ തന്നെ സ്വാധീനിക്കലുമാണ്, ആ രീതിയിലും കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത്, എന്നിട്ട് അതിന്റെ ഉദാഹരണങ്ങളാണ് കൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമം, സമുദായങ്ങളിൽ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ, ഫി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലും വഗൈരിഹ, അതല്ലാത്ത സൂറത്തുകളിലും. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രസ്തുത കറാമത്ത് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിലാണ്. അസ്ഹാബുൽ കഹ്ഫ് അഥവാ ഗുഹാവാസികൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ അല്ലാഹു 300 ചില്ലാനം വർഷം, വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9, 309 വർഷം ഗുഹയിൽ ഉറക്കിക്കിടത്തി. അല്ലാഹു ബഹുദൈവവിശ്വാസികളിൽ നിന്ന് രക്ഷപ്പെടുത്തി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത അവർക്ക് അള്ളാഹു പർവ്വതത്തിൽ ഒരു ഗുഹയൊരുക്കി. ആ ഗുഹയെ അള്ളാഹു ഗുഹാമുഖത്തെ വടക്ക് ഭാഗത്തേക്ക് തിരിച്ചു, സൂര്യൻ അവർക്ക് ഏൽക്കാതിരിക്കുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യന്റെ ഗതി നിയന്ത്രിച്ചു. അതേപോലെ തന്നെ ഗുഹ അവർക്ക് വിശാലമാക്കി. ആ ഗുഹാമുഖത്ത് അല്ലെങ്കിൽ ഗുഹക്ക് പുറത്ത് അള്ളാഹു അവരുടെ നായയെ ഒരു കാവൽ എന്ന നിലക്ക് കിടത്തുകയുണ്ടായി. അതേപോലെ തന്നെ അവരുടെ ശരീരാവയവങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അവരെ അള്ളാഹു വലത്തേക്കും ഇടത്തേക്കും മാറ്റി കിടത്തി. അതേപോലെ തന്നെ അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഉണ്ടായില്ല. നീണ്ട കാലമാണ് ഉറങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മടുപ്പുണ്ടായില്ല. ഇതൊക്കെ കറാമത്താണ്. അതാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പല രീതിയിൽ പല കറാമത്തിന്റെ വിഷയങ്ങളെ അറിയിക്കുന്നത് കാരണത്താലാണ് ഷൈഖുൽ ഇസ്ലാം ആ ഉദാഹരണം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ ഫി സൂറത്തുൽ കഹ്ഫി വഗൈരിഹ, സൂറത്തുൽ കഹ്ഫ് അല്ലാത്ത ഇതര സൂറത്തുകളിലും കറാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം, അവരുടെ ഗർഭധാരണം മുതൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രസവിക്കുന്നത് വരെ
അതേപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വളർച്ചയുടെ നാളുകളിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഫാലത്തിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം വളരുമ്പോൾ കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. മറിയമിന്റെ അടുക്കലേക്ക് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിക്കുമ്പോഴെല്ലാം മിഹ്റാബിൽ മറിയമിന്റെ അടുക്കൽ ഭക്ഷണം കാണുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മറിയം നിങ്ങൾക്ക് എവിടുന്നാണിത്? അപ്പോൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നുള്ള റിസ്കാണിത് എന്നാണ്. അപ്പൊ തനിക്കുള്ള കറാമത്തിന് വലിയതായ മറിയം അത് തൻ്റേതായിട്ട് അവതരിപ്പിക്കുകയല്ല, അതിൽ ഒന്നും തന്നിലേക്ക് ചേർക്കാതെ പടപ്പുകളിലേക്ക് ചേർക്കാതെ ആ ആദരവ് കനിഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ഉണർത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കറാമത്തുണ്ടായെന്ന് മനസ്സിലാക്കി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയോടല്ല തൻ്റെ സങ്കടവും തൻ്റെ ആവശ്യവും തേടുന്നത്. പിന്നെയോ അള്ളാഹുവിൽ നിന്നാണ് കറാമത്തെന്ന് മനസ്സിലാക്കിയിട്ട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മനസ്സ് തുറക്കുന്നതും മനസ്സിലുള്ള മോഹം പൂവണിയുവാൻ തേടുകയും ചെയ്യുന്നത് കറാമത്തുള്ള വലിയ തായി മറിയത്തിനോടല്ല അലൈഹസ്സലാം, പ്രത്യുത മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്. എന്താണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിന്റെ മോഹം? സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിലെത്തി, അദ്ദേഹത്തിന്റെ മുടി നരച്ചു, തൊലി ചുളിഞ്ഞു, എല്ലുകൾ സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം പലപ്പോഴും അദ്ദേഹം പ്രാർത്ഥനയായി ഉയർത്തിയിട്ടുണ്ട്, റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ, പഠിച്ചവനെ നീ എന്നെ ഏകനാക്കല്ലേ, തനിച്ചാക്കല്ലേ, അനന്തരാവകാശികളെ നൽകിയിട്ട് അനന്തരമെടുപ്പിക്കുന്ന ഉത്തമനാണല്ലോ നീ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ദുആയായിരുന്നു, ആ ആഗ്രഹമായിരുന്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കനിഞ്ഞതായി ഈ റിസ്കിനെ കണ്ടപ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള റിസ്കാണെന്ന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്തപ്പോൾ ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച് ദുആ ചെയ്യുകയുണ്ടായി. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, എൻ്റെ റബ്ബേ എനിക്ക് നിന്റെ പക്കൽ നിന്ന് ഒരു സാലിഹായ നല്ല സന്തതിയെ പ്രദാനം ചെയ്യണമേ, ദാനമായി നൽകണമേ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റിസ്ക് കനിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ തേട്ടം സാധിക്കുകയുണ്ടായി. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ മലക്കുകൾ വന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. അഥവാ ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, യഹ്യ എന്ന് പറയുന്ന സന്തതിയെ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കറാമത്ത്, അതേപോലെ തന്നെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നപ്പോൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്കിന്റെ അത്, അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കപ്പെടുന്ന സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, പ്രസവ വേദന എടുത്തു കിടക്കുന്ന മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ഈത്തപ്പന മരം കുലുക്കാൻ, ഈത്തപ്പന മരം കുലുക്കിയിട്ടില്ലെങ്കിൽ ഈത്തപ്പഴം ചാടൂല, കാരണം അത്ര ശക്തിമത്താണ് അതിൻ്റെ എല്ലാ സൃഷ്ടിപ്പും ഈത്തപ്പനയുടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനിനെ ഈത്തപ്പനയോട് ഉപമിച്ചത്. സത്യവിശ്വാസി ഈത്തപ്പന പോലെയാണ് എന്നാണ് പറഞ്ഞത്, കാരണം അത് വളരെ ഉറപ്പുള്ള മരമാണ് അതിൻ്റെ എല്ലാ ഭാഗവും. പിന്നെ പ്രസവിക്കുന്ന ഒരു സ്ത്രീ, പ്രസവവേദന ഉള്ള നൊമ്പരമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം കൊഴിഞ്ഞിടാൻ മാത്രം ശക്തമായിട്ട് കുലുക്കാൻ കഴിയൂല. പക്ഷെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് പ്രസവവേദന വന്നപ്പോൾ എന്നാണ്, പ്രസവവേദന അവരെ ഒരു ഈത്തപ്പന മരത്തിന്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു എന്നാണ്. പ്രസവവേദന ഉണ്ട്, അപ്പോഴാണ് പറയുന്നത് ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ഈത്തപ്പനന്റെ തടി കുലുക്കാൻ. അപ്പോൾ കുലുക്കിയപ്പോൾ ഈത്തപ്പഴം വീണു. അതാണ് തുസാഖിത് അലൈകി റുതബൻ ജനിയ. അങ്ങനെ ഈത്തപ്പഴം വീണ് അത് കഴിച്ച് അള്ളാഹു ഒഴുക്കിയതായ അരുവിയിൽ നിന്ന് അവർ കുടിച്ച്, ഇതൊക്കെ കറാമത്താണ്.
അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടതിൽ പിന്നെ ജൂതന്മാർ വന്ന് കളിയാക്കിയപ്പോൾ, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഹാറൂന്റെ സഹോദരി മറിയമേ, നിന്റെ പിതാവ് മോശക്കാരനായിരുന്നില്ല, വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ മാതാവ് വേശ്യയുമായിരുന്നില്ല എന്ന് പറഞ്ഞ്, പിന്നെ നീ എന്തിനാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മഹദിൽ വെച്ച്, മടിയിൽ വെച്ച് സംസാരിച്ചത്, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅൽനി നബിയ്യ എന്ന് പറഞ്ഞ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് സംസാരം നടക്കുന്നത് ഫഅശാറത് ഇലൈഹി എന്നാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി എന്നാണ്. അപ്പോഴാണ് കുട്ടി സംസാരിച്ചത്. കുട്ടിയുടെ സംസാരം അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള മുഇസ്സത്താണെങ്കിലും ആ സംസാരം അത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള കറാമത്ത് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനാണ് ആ സമയം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് സംസാരിപ്പിച്ചത്. ആ നിലക്കത് അവർക്കുള്ള കറാമത്താണ്. കാരണം ജൂതന്മാരവരെ വേശ്യയെന്നും മാതാവും പിതാവും നല്ലവരായിരുന്നു, നീ മോശക്കാരിയായി എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവരെ സഹായിക്കുവാനും ശക്തിപ്പെടുത്താനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് അവിടെ വെച്ച് സംസാരിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കറാമത്തിന്റെ കഥകൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുഹാവാസികളുടെ ഗുഹയിൽ അകപ്പെട്ട 3 പേരുടെ സംഭവം. 3 പേർ ഒരു യാത്രാമധ്യേ രാത്രിയായപ്പോൾ ഗുഹയിൽ കയറി. അങ്ങനെ അവർ ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ ഗുഹാമുഖം ഒരു പാറ ഉരുണ്ടു വന്ന് മൂടുകയും അങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തങ്ങളുടെ ഇന്നലകളിൽ അവർ ചെയ്തതായ പ്രതീക്ഷാ നിർഭരമായ അമലുകളെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും, അള്ളാഹുവെ ഞങ്ങൾ ചെയ്തതായ പ്രവർത്തനം അന്ന് നിന്റെ വജു ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എങ്കിൽ, അത് നിനക്കറിയുമെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ വിഷമതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരും ദുആ ചെയ്തപ്പോൾ ഗുഹാമുഖത്ത് നിന്ന് പാറ നീങ്ങുകയും അവർ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതായ സംഭവം അത് പൂർവ്വകാലത്ത് നടന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഇമാം ബുഖാരി മറ്റൊക്കെ സഹീഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പൊ അതൊക്കെ പൂർവ്വകാലത്ത് നടന്ന കറാമത്തിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ കറാമത്തിന്റെ ധാരാളം സംഭവങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അതിലേക്കാണ് തൻ്റെ ഈ വരിയിൽ വിരൽ ചൂണ്ടുന്നത്. അഥവാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വരുന്നതിന് മുമ്പുള്ള സമുദായങ്ങളിൽ കഴിഞ്ഞു പോയതായ കറാമത്തിന്റെ കഥകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സൂറത്തുൽ കഹ്ഫിലും അല്ലാത്തതിലും. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് വഅൻ സദ്രി ഹാദിഹിൽ ഉമ്മ മിന സഹാബത്തി വത്താബീൻ, സഹാബികൾ, താബീങ്ങൾ തുടങ്ങി ഈ സമുദായത്തിലെ മുമ്പന്മാർ അവരുടെ ചരിത്രത്തിൽ നിന്നും ഇപ്രകാരം കറാമത്തിന്റെ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വസായിരി ഖുറൂനിൽ ഉമ്മ, സഹാബികളുടെയും താബികളുടെയും മാത്രമല്ല പിന്നെ ഈ സമുദായത്തിലെ മറ്റു തലമുറകളിലും കറാമത്തിന്റെ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഈ കറാമത്ത് അത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ട് എന്നുള്ളതാണ്. കറാമത്ത് ഖിയാമത്ത് നാൾ വരേക്കുണ്ട് എന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ വരവുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയില്ലേ, ദജ്ജാലിനെ പലരും വിശ്വസിക്കും. ദജ്ജാലിനെ റബ്ബാണെന്ന് പറയും. ദജ്ജാലാണ് റബ്ബെന്ന് പറഞ്ഞ് അതിൽ ദജ്ജാലിനെ വിശ്വസിക്കുന്നവരുണ്ടാവും, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരുണ്ടാവും. ഒരു യുവാവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് സഹീഹിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ദജ്ജാലിനെ ഒരാൾ കളവാക്കും, ഒരു യുവാവ് കളവാക്കും. അപ്പൊ ദജ്ജാൽ എന്ത് ചെയ്യും? ആ യുവാവിനെ രണ്ടാക്കി പിളർത്തിയിട്ട് വിദൂരത്തേക്കിടും, ദൂരയിലേക്ക് 2 പിളർപ്പാക്കിയിട്ടിടും. അങ്ങനെ പിന്നെ അയാളെ ജീവിപ്പിക്കും.
അങ്ങനെ ജീവിപ്പിക്കുമ്പോൾ ഈ വ്യക്തി, ഈ യുവാവ് പറയലെന്താ? മാ കുൻതു ഫീക അശദ്ദ ബസീറതൻ മിന്നിൽ യൗം എന്നാ പറയാ. അതായത് രണ്ടാക്കിയാണ് പിളർത്തിയിടും. എന്നിട്ട് പിന്നെ അയാൾ ദജ്ജാല് കൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിലൂടെ നടത്തുന്ന ചില പരീക്ഷണങ്ങളാണ്. ഈ യുവാവിനെ ഒന്നിച്ചു കൂട്ടും. അപ്പൊ ഈ യുവാവ് എന്താ പറയാ ദജ്ജാലിനോട്? ഇന്നാണ് നീ പെരുങ്കള്ളൻ ദജ്ജാലാണെന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ അറിവായത്. നിന്റെ വിഷയത്തിൽ ഇന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബസീറത്തുള്ള, ഉൾക്കാഴ്ചയുള്ള ആളായത്. നീ ദജ്ജാല് തന്നെയാണെന്ന് പറയും. അപ്പൊ വീണ്ടും ദജ്ജാല് ഈ വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും. യുവാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീണ്ടും ദജ്ജാല് വരുമ്പോൾ ഫലാ യുസല്ലത്തു അലൈഹി, ദജ്ജാലിന് ഒരിക്കലും ആ യുവാവിനെ കൊല്ലാൻ കഴിയില്ല എന്നാണ്. അവിടെയാണ് കറാമത്ത്. അതായത് ആദ്യം ദജ്ജാലിനെ നിഷേധിക്കും. അപ്പൊ ദജ്ജാൽ എന്ത് ചെയ്യും? ഈ യുവാവിനെ രണ്ടാക്കി പിളർത്തിയിട്ട് വിദൂരത്തേക്ക് ഇടും. എന്നിട്ട് ദജ്ജാൽ അയാൾ എന്ത് ചെയ്യും? ഒന്നിച്ചു കൂട്ടിയിട്ട് ജീവിപ്പിക്കും. അപ്പൊ ദജ്ജാൽ ചോദിക്കാണ്, ഇപ്പൊ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുക? അപ്പൊ യുവാവ് പറയലെന്താ? ഇപ്പോൾ ഉറപ്പായി നീ പെരുങ്കള്ളൻ ദജ്ജാലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാൽ വരാനുണ്ട്. ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലരെ മരിപ്പിക്കും, കൊല്ലും, എന്നിട്ട് ജീവിപ്പിക്കും. അള്ളാഹു ദജ്ജാലിലൂടെ കാണിക്കുന്നതായ ചില പരീക്ഷണങ്ങളാണ്, അവതരിപ്പിക്കുന്ന പരീക്ഷണങ്ങളാണ്. അപ്പോഴും ദജ്ജാലിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിലുള്ള പാഠം. അതുകൊണ്ട് തന്നെ നീ ചെയ്തത് വ്യാജമാണ്, അള്ളാഹു നിന്നിലൂടെ നടത്തിയ പരീക്ഷണമാണ്, നീ പെരുങ്കള്ളനാണെന്നുള്ളത് ഇന്ന് എനിക്ക് കൂടുതൽ വ്യക്തമായി എന്നാണ് ആ യുവാവ് പറയാം. അപ്പൊ വീണ്ടും ദജ്ജാൽ കൊല്ലാൻ വരുമ്പോ ദജ്ജാലിന് ഒരിക്കലും അയാളെ കൊല്ലാൻ കഴിയില്ല എന്നാണ്. അത് അള്ളാഹു അദ്ദേഹത്തിലൂടെ, ആ യുവാവിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു കറാമത്താണ്. ഇങ്ങനെ കറാമത്ത് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്ത്യനാൾ വരേക്കും അള്ളാഹു അവന്റെ ഔലിയായിലൂടെ നടത്തുന്നതായ, പ്രകടിപ്പിക്കുന്നതായ പതിവിൽ നിന്ന് തെറ്റിയ ചില അത്ഭുതങ്ങളാണ് കറാമത്ത്. വലിയനാണ് കറാമത്ത് ഉണ്ടാവുക. അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹു കൽപ്പിച്ചത് പ്രയോഗവൽക്കരിച്ച് അള്ളാഹു വിരോധിച്ചതിന് വിട്ടു നിൽക്കുന്നവർ, അവർക്കാണ് കറാമത്ത് ഉണ്ടാകുക. വലിയിലല്ലാതെ ചില അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു വരും. ഇപ്പൊ ദജ്ജാലിൽ ഉണ്ടായില്ലേ? ദജ്ജാൽ ഇതാ ഒരാളെ കൊന്നിടണ്, രണ്ടാക്കി പിളർത്തണ്, എന്നിട്ട് ഒന്നിപ്പിക്കണ്. ഇങ്ങനെ ചില അത്ഭുതങ്ങൾ വലിയല്ലാത്ത, ദുഷ്ടന്മാരായ, വിശ്വാസമില്ലാത്ത, തഖ്വയില്ലാത്ത ആളുകളിലൂടെ ഉണ്ടായെന്ന് വരും. അത് കറാമത്തല്ല, പിന്നെയോ അത് ശൈത്താന്റെ വലിയാണ്. റഹ്മാനായ അള്ളാഹുവിന്റെ വലിയല്ല, പിന്നെ ശൈത്താന്റെ വലിയാണ്. ദജ്ജാലിനെ പോലുള്ളതായ ആളുകൾ അത്തരം പ്രവൃത്തികൾ കണ്ട് നമ്മൾ വഞ്ചിതരാകാനോ അവരിൽ വിശ്വസിക്കുവാനോ പാടുള്ളതല്ല. ദജ്ജാലിനോടുള്ള നിലപാട് എന്താണോ ആ നിലപാടായിരിക്കണം ഇത്തരം ദുഷ്ടന്മാരുടെ വിഷയത്തിൽ. പണ്ട് ചില മനുഷ്യന്മാർ നിസ്കരിക്കൂല. അപ്പൊ എന്താ നിസ്കരിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 തടിയാണ്, ഞാൻ വലിയാണ്, ഒരു തടി എവിടെ ഉള്ളൂ, ബാക്കി 39 എണ്ണം മക്കത്തെ ഹറമിൽ നിസ്കരിക്കുകയാണ്, അവിടെ ഔലിയാക്കൾക്ക് ഇമാമാണ് എന്നൊക്കെ പറയും. ഇത് വലിയല്ല, പിന്നെയോ ഇത് ശൈത്താന്റെ വലിയാണ്. അതേപോലെ തന്നെ ചിലര് ജുമാ നിസ്കരിക്കൂല, കുടിച്ചും അതേപോലെ തന്നെ രതിച്ചും മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഒക്കെ ജീവിതം കഴിച്ചു പോയിരുന്ന, നേരാമണ്ണം നഗ്നത പോലും, ഔറത്ത് പോലും മറക്കാതെ നടന്നിരുന്ന കുറെ ആളുകൾ ഇന്ന് വലിയാണ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. ചിലർ മുസ്ലിമാണ് എന്നുള്ളതിനുള്ള അഡ്രസ് പോലും ഇല്ല, എന്നാലും വലിയ ഓച്ചുറപ്പാപ്പാന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണത്. അതേപോലെ തന്നെ CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അയാളുടെ മദഹായിട്ട് പാടിയും പറയുകയും ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നത് അയാൾ കുളിക്കാറില്ല, നാരി പിഴുത്തുകൊണ്ടായിരുന്നു, നഗ്നത പലപ്പോഴും മറക്കാറില്ല, ഹോട്ടലിലൊക്കെ കയറിയിട്ട് വേണ്ടതൊക്കെ അടിച്ച് ഭക്ഷിച്ച് പൈസ ഒന്നും കൊടുക്കാതെ ഇറങ്ങിപ്പോകും, നിസ്കരിക്കുന്നത് കാണാറില്ല,
ഇങ്ങനെ ഈമാനിനും തഖ്വക്കും ഉള്ള ഒരു ലക്ഷണവും ജീവിതത്തിൽ ഇല്ലാത്ത ആളായിരുന്നു CM മടവൂർ എന്നുള്ളത് അവരെന്നെ പ്രസംഗമായിട്ടും പാട്ടായിട്ടുമൊക്കെ അയാളിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. എന്നാലും വലിയാണ് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു ദുസ്ഥിതി. ഈമാനും തഖ്വയും ഇല്ലാത്ത ആളുകൾ അത്ഭുത പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് റഹ്മാനായ അള്ളാഹുവിൻ്റെ വലിയല്ല, പിന്നെയോ ശൈത്താൻ്റെ വലിയാണ്. അത്തരം പ്രവൃത്തികൾ അത് കറാമത്തല്ല, അത് ശൈത്താൻ്റെ വേലത്തരങ്ങളാണ്. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ളത്. കറാമത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവുമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള വിശദീകരിച്ചത് നമ്മൾ വായിച്ചത്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തുടർത്തിയിട്ട് വിശദീകരിക്കുന്ന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുകൾ പിൻപറ്റുക, സച്ചരിതരായ മുൻഗാമികളുടെ അസറുകൾ പിൻപറ്റുക എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഭാഗം വിശദീകരിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.